ഹായ്, നമുക്കിന്ന് പയർ തോരൻ ഉണ്ടാക്കാം. പയർ തോരൻ ഉണ്ടാക്കാനാണ് ഇന്നിപ്പം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുള്ളത്. പയർ തോരൻ ഉണ്ടാക്കാൻ പയർ ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഞാനിതിനകത്ത് എല്ലാം കൂടി ഇട്ട് അരച്ച് മിക്സിക്കകത്ത് ഓൾറെഡി അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഒരു സവോളയുടെ പകുതി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അരയണമെന്നില്ല, ഒത്തിരി ഒന്നും അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മതി. പിന്നെ ഉപ്പ്, എണ്ണ, കടുക്, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തും പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. ഞാനതിന് ഈ പറയുന്ന പോലെ മുളകാണ് യൂസ് ചെയ്യുന്നത്. കുരുമുളകല്ല, മുളക്, കശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം സ്റ്റൗ ഓൺ ചെയ്യാണ്. വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് സമയം കളയുന്നില്ല. ഇപ്പം എനിക്കറിയാം, ഇപ്പം ഓരോ ഇതുപോലുള്ള വീഡിയോസ് തപ്പുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ്, കാരണം ഞാൻ കുറേ തപ്പിയിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ പാചകം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞൊരു ശരിക്കും പറഞ്ഞൊരു നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം ഈ വർത്താനം കേട്ടുകൊണ്ടിരിക്കാനല്ല, നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് ചെയ്യാനല്ലേ താല്പര്യം. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് വെച്ചിട്ട് അത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഓൾറെഡി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇച്ചിരി കടുക് ഇടുക. വർത്താനം കേൾക്കാൻ ആർക്കും താല്പര്യം കാണത്തില്ല, അതുകൊണ്ട് കടുക് പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം. കടുക് ഞാൻ പല കമൻസും വായിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്, അതുപോലെ എന്ത് വർത്താനോ, അത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു തന്നപ്പോൾ ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തേക്കാം. കടുക് നന്നായിട്ടൊന്ന് ഇതായിട്ട് ശേഷം ഇതെൻ്റെ സ്റ്റൈലാട്ടോ. ഞാൻ ഇപ്പം വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ കാണും, എന്നാലും കുഴപ്പമില്ല, ഇത് കഴിക്കാൻ പറ്റുന്നൊരു സാധനം കേട്ടോ. ഇത് മുളക് പൊടിയാണ്, മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പയറുണ്ടല്ലോ, പയർ പതുക്കെ എടുത്ത് ഒന്ന് തട്ടുക ഇതിനകത്ത്.